മുളക് കൃഷിക്ക് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇതേപോലെ മുളക് പാകിയിട്ട് തൈകളാക്കി എടുക്കുകയാണ്. പാകുമ്പോൾ തന്നെ കുറച്ച് ചാണകപ്പൊടി എന്തെങ്കിലും അടിവളം കുറച്ച് മിക്സ് ചെയ്ത് പാകുകയാണെങ്കിൽ ഇതേപോലെ നല്ല ആരോഗ്യമുള്ള തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടും. ഇത് ഏകദേശം 1-2 മാസം മുന്നേ ഞാൻ പാകി നിർത്തിയ തൈകളാണ്. നമ്മുടെ വെള്ളക്കാന്താരിയുടെ തൈകളാണ് ഞാൻ ഈ പാകി നിർത്തിയിട്ടുള്ളത്. അത്യാവശ്യം വേരുകൾ ഉള്ളത് കൊണ്ടാണ് ഞാനത് മണ്ണ് കൂട്ടി പറിക്കാതെ. മണ്ണ് കൂട്ടി പറിക്കുകയാണെങ്കിൽ അത് വാടാതെ നിൽക്കാനും ഒരു എളുപ്പമാണ്. എല്ലാ അടുക്കളത്തോട്ടത്തിലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു വിളയാണ് പച്ചമുളക്. അത് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീടുകളിലൊക്കെ പോകുമ്പോൾ ഒരു പഴുത്ത മുളക് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളത് വാങ്ങി പാവി മുളപ്പിച്ച് നമ്മൾ നടുകയും ചെയ്യും. മുളകും പറിച്ച് നടുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കുഴികളെ മുളകിന് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് മുളകിൻ്റെ വിത്തൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മുളകുണ്ടല്ലോ, ആ മുളക് എടുത്ത് പാവിയാലും നന്നായി മുളയ്ക്കുകയും ചെയ്യും, നന്നായി കായ്ക്കുകയും ചെയ്യും. ഇനി വെറൈറ്റി മുളകുകളാണ് നമുക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പലപ്പോഴും പലതരം മുളകുകൾ നമ്മൾ വാങ്ങാറുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ മൂത്ത് പഴുത്തതൊക്കെ കിട്ടാറുമുണ്ട്. അതൊന്ന് പാവിയാലും നന്നായിട്ട് നമുക്ക് വളർന്നു കിട്ടും. ഇനി കുഴികളിൽ കുറച്ച് അടിവളമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ കുഴിയിലും ഇട്ട് കൊടുക്കുന്നത്. ഒരു 4-5 വർഷമൊക്കെ നന്നായി നിന്ന് കായ്ക്കുന്ന ഒരു ഇനാണ് മുളക് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് അടിവളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പറിച്ച് വെക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേരുപടലങ്ങളൊക്കെ നന്നായി പടർന്ന് ആ ചെടി ആരോഗ്യത്തോടു കൂടി വളരുകയും ചെയ്യും. അല്ലെങ്കിൽ അത് ചെറുപ്പത്തിൽ തന്നെ മുരടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. മുളക് കൃഷിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വളമാണ് എല്ലുപൊടി. ഇതിൻ്റെ വളർച്ചയുടെ സമയത്ത് എല്ലുപൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി വളം ചെയ്യാൻ നമ്മൾ പൈസ ചെലവഴിക്കേണ്ടെന്നുള്ള ആഗ്രഹമുള്ളവരാണെന്നുവെച്ചെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇറച്ചി കഴുകുന്ന വെള്ളവും മീൻ കഴുകുന്ന വെള്ളമൊക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്നുവെച്ചെങ്കിൽ മുളകും തൈക്ക് യാതൊരു മുരടിപ്പും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നല്ല ആരോഗ്യത്തോടു കൂടി വളരുകയും ചെയ്യും. എന്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാലും അതിൻ്റെ കടയിൽ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടാതെ 1-2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് കുറച്ച് സൂഡോമോണാസിസ് ലായനി നമുക്ക് കലക്കി അതിൻ്റെ കടയിൽ ഒഴിക്കുകയും ചെയ്യുക, തെളിച്ച് കൊടുക്കുകയും ചെയ്യുക. 4-5 വർഷം നിന്ന് കായ്ക്കുന്ന ചെടി ആയതുകൊണ്ട് തന്നെ അതിൽ ഗ്രോ ബാഗിനേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നിലത്ത് വെക്കുന്നതാണ്. കാരണം വലുതായിട്ട് ഒരുപാട് വേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നേരം നമുക്ക് നനച്ചിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോവും. ദിവസം 2 നേരം നനയ്ക്കാൻ പറ്റാത്ത ആളുകൾക്ക് നല്ലത് നിലത്ത് വെക്കുന്നത് തന്നെയാണ്. 1-2 തവണ വെള്ളം തെറ്റിയാലും അതിന് വാട്ടൊന്നും വരില്ല. ഒരു 2-3 ആഴ്ച ഇടവിട്ടിട്ട് നമ്മുടെ മുളക് തൈക്ക് നമ്മൾ വളം കൊടുത്തിരിക്കണം. ഒരുപാട് കീടങ്ങൾ നമ്മളെ മുളകിനെ ബാധിക്കാറുണ്ട്. അതിനൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. വേപ്പെണ്ണ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അതിൽ കൂടെ കുറച്ച് സോപ്പും വെള്ളം കൂടി കലക്കി ഒഴിച്ചിട്ട് അതിന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം കീടങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ മുളക് ചെടിക്ക് മുരടിപ്പ് വരികയാണെങ്കിൽ ആ മുരടിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ നന്നായി വളം ചെയ്ത് കൊടുക്കണം. വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ചസുകളൊക്കെ ഇന്ന് കിളിർത്തു തുടങ്ങും. ഇനി മുളക് തൈ പാവി മുളപ്പിച്ചിട്ട് കൃഷി ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് നഴ്സറിയിൽ നിന്ന് നല്ല വെറൈറ്റി മുളക് തൈകൾ കിട്ടും. മുളകിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുവെച്ചെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.